Today we are going to see integrals of the form integral minus infinity to infinity f of x dx, where f of z has no zeros on real axis. No singular points on real axis. അപ്പോൾ ഇവിടെ ഇതിന് സിംഗുലർ പോയിന്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഒരു റെസ്ട്രിക്ഷനും കൂടെ നമ്മൾ ഇതിനെ ടെക്സ്റ്റിൽ എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഡി എക്സ്, ഈ ഫോമിലുള്ള ഇക്വേഷൻ വേർ ജി ഓഫ് എക്സ് ഹാസ് no g of z has no zero on real axis. ഇത് പറയുന്നത് രണ്ടും ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ സിംഗുലർ പോയിന്റ് ആണ് ജി ഓഫ് എക്സിന്റെ സീറോസ്. അപ്പോൾ ജി ഓഫ് സെഡ് ഹാസ് നോ സീറോ ഓൺ റിയൽ ആക്സിസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലൊരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, ആൻഡ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ടെൻസ് ടു സീറോ as x tends to infinity. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ how to integrate real functions of this form, integral minus infinity to infinity. And obviously നമ്മൾ ഇവിടെ g of z എന്ന് പറയുമ്പോൾ ഇതിനെ കോംപ്ലക്സിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കാം. ഇവിടെ റിയൽ വേരിയബിൾ എക്സ് ആണ് ഇന്റഗ്രലിൽ കിടക്കുന്നത്, പക്ഷെ നമ്മൾ പറഞ്ഞത് ദ കോംപ്ലക്സ് ഫംഗ്ഷൻ g of z has no zeros on the real axis. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ സീറോസ് ഒന്നും റിയൽ ആക്സിസിൽ കിടക്കണില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ ഇന്റഗ്രൽ ലിമിറ്റ് ഇസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ യൂണിറ്റ് സർക്കിൾ ആണ് ഒരു കോണ്ടൂർ ആയിട്ട് കൺസിഡർ ചെയ്തത്. ഈ ടൈപ്പ് ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതേപോലെ ഒരു കോണ്ടൂർ കൺസിഡർ ചെയ്യാണ്. സോ വി കൺസിഡർ ദ സെമി സർക്കിൾ ഹൂസ് റേഡിയസസ് ആർ. ഇതിന്റെ റേഡിയസ് ആർ ആണ്. അപ്പോൾ റേഡിയസ് ആർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പോയിന്റ് വിൽ ബി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ആൻഡ് ദിസ് പോയിന്റ് വിൽ ബി എക്സ് ഇസ് ഈക്വൽ ടു ആർ. ഈ ക്ലോസ്ഡ് കോണ്ടൂർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സർക്കിൾ വിത്ത് സെന്റർ 0 ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ ആർ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇതിനെയാണ് നമ്മൾ സി എന്ന് കൊടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഇസ് എ സിമ്പിൾ ക്ലോസ് കർവ്. ഇന്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ് വിൽ ബി ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ്, അല്ലെ, റെസിഡ്യൂ തിയറം, സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ് വിത്തിൻ സി. ഇതിന്റെ ഉള്ളിൽ കിടക്കണ സിംഗുലർ പോയിന്റ്സിൽ റെസിഡ്യൂ കാണാം, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 2πi, യു വിൽ ഗെറ്റ് ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് സെഡ് ഡി സെഡ്. ഇനി നമ്മൾ സി എന്ന് പറയുന്ന കർവിലേക്ക് നോക്കുമ്പോൾ ഈ കർവിന് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് റിയൽ ആക്സിസ് ഫ്രം മൈനസ് ആർ ടു പ്ലസ് ആർ, അടുത്തത് നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ സർക്കിളിൽ കൂടെയാണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താ, റിയൽ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ, രണ്ട് കർവിക്കോടെയാണ്, ഇതിന് C1 ഇതിന് C2 കൊടുത്തു കഴിഞ്ഞാൽ C is equal to C1 plus C2. അപ്പൊ C1 ഇക്വേഷൻ എന്താ, C1 is റിയൽ ആക്സിസ് അല്ലെ. റിയൽ ആക്സിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ, it is the equation of real axis. അമ്മ പഠിച്ച് റിയൽ ആക്സിസിന്റെ ഇക്വേഷനും കൂടി അറിയാണ്ടായോ. What is the equation of real axis? y equal to 0 അല്ലെ. അപ്പൊ y equal to 0 ആകുമ്പോൾ z will be equal to x. അപ്പൊ z ഈക്വൽ ടു എക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ വേരിയേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, എക്സ് വേരീസ് ഫ്രം മൈനസ് ആർ ടു പ്ലസ് ആർ. അപ്പൊ ഇതാണ് C1 ഇക്വേഷൻ. ഇനി C2 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെന്റർ 0 ആൻഡ് റേഡിയസ് ആർ.
അപ്പൊ C2ന്റെ ഇക്വേഷൻ എന്താ വരാ? What is the equation of C2? A circle whose center is 0 and radius is capital R. What is the equation of a circle in complex plane whose center is 0 and radius is capital R? Then equation. Z equal to R e raised to I theta. Z equal to R e raised to I theta. R e raised to I theta, and the variation of theta is from 0 to pi. 0 to pi. Okay. അപ്പോൾ ഇതാണ് C1 ഉം C2. So you can write integral over C fz by gz dz equal to integral over C1 fz by gz dz plus integral over C2 fz by gz dz. And on C1 z is equal to x. So this becomes f of x by g of x, where x varies from minus r to plus r, and as z is equal to x, dz is dx. Plus on C2 z is equal to r e raised to I theta. So f of r e raised to I theta divided by g of r e raised to I theta into dz will be, ഇതാണ് z. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് തീറ്റയാണ് നമ്മുടെ വേരിയബിൾ. സോ r into e raised to I theta I d theta. That will be dz. And the variation of theta is from 0 to pi. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് we let r to infinity. So as r tends to infinity, what happens to this contour? ഇത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ സെമി സർക്കിൾ ആണ് നമ്മൾ സി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ r tends to infinity ആവുമ്പോൾ സിക്ക് എന്ത് സംഭവിക്കും? r എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിലാണ്, സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇപ്പൊ റേഡിയസ് കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ കിട്ടും അല്ലേ? കുറച്ചും കൂടെ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഇത്രയും കിട്ടും. ഇങ്ങനെ റേഡിയസ് കൂടി പോവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ വലുതായി, സർക്കിൾ വലുതായി പോവാണ്. ആൻഡ് r tends to infinity. So what will happen? എന്താണ്? കർവ് സ്ട്രെയിറ്റ് ലൈൻ ആവും. എനിക്ക് കാണേണ്ടത് ഇതാണ്, സം ഓഫ് റെസിഡ്യൂസ് വിത്തിൻ സി എന്നാണ്. അപ്പൊ നമ്മൾ എവിടത്തെയൊക്കെ സിംഗുലർ പോയിന്റ്സ് എടുക്കേണ്ടി വരും r tends to infinity. ഈ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ r tends to infinity ആകുമ്പോൾ എവിടത്തെയൊക്കെ റെസിഡ്യൂ സിംഗുലർ പോയിന്റ്സ് നമ്മൾ എടുക്കേണ്ട വരും? സിയുടെ ഉള്ളിൽ കിടക്കുന്ന സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടത്തെയൊക്കെ സിംഗുലർ പോയിന്റ്സ് എടുക്കേണ്ട വരും? Or in other words, C will cover ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവുമെന്ന് പറയണതിന് ഒരു ബേസ് ഉണ്ട്. നമ്മൾ സാധാരണ സർക്കിൾ വിത്ത് ഇൻഫിനിറ്റ് റേഡിയസിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊക്കെ പറയാറുണ്ട്. അതാണ് ഒരു ബേസ് അതിന്റെ. എനിക്ക് അറിയേണ്ടത് ഏത് സ്ഥലത്ത് കിടക്കുന്ന സിംഗുലർ പോയിന്റ്സ് ഒക്കെ എടുക്കേണ്ട വരും r tends to infinity ആവുമ്പോൾ? ഏതാ? പോസിറ്റീവ് y ആക്സിസിന്റെ. അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ടല്ലോ, അപ്പർ ഹാഫ് പ്ലെയിനിനെ മുഴുവൻ C കവർ ചെയ്യും അല്ലേ? ഇത് വലുതായി വലുതായി പോകുമ്പോൾ അപ്പർ ഹാഫ് പ്ലെയിൻ മുഴുവൻ C കവർ ചെയ്യും. സോ when you consider the singular points within C, you will have to consider all the singular points that lie in the upper half plane. So ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ r tends to infinity ആവുമ്പോൾ integral over C covers the whole upper plane. അപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ എഴുതിയ ഫോർമുല മാറ്റിയിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡ് യു ക്യാൻ റൈറ്റ് 2πi into sum of residues of the function is fz by gz at singular points in upper plane, because the curve will cover the whole upper plane. So we consider the singular points that lies in upper half plane, and that will give you integral over C fz dz. Now what happens to this term as r tends to infinity? This will become integral minus infinity to infinity fx dx, fx by gx dx, right? As r tends to infinity, the limit of integration will become integral minus infinity to infinity. Now, when you come to this term, this takes the form, we know modulus value of e raised to I theta is 1. So, this takes the form f of r, a function of r, by g of r into r form, where r tends to infinity. അപ്പൊ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു അസംഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. The assumption was as x tends to infinity, x into f of x by g of x tends to 0. So the next integrand appears in this form, f of r e raised to I theta, g of r e raised to I theta into r e raised to I theta. I is a constant and r tends to infinity. So the second integrand tends to 0. So we get this equal to plus 0. Our assumption vechittana x into f of x by g of x tends to 0 as x tends to infinity. If this satisfies in a function angle, you can say that the second integrand will tend to 0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിച്ചത് ഈ ഫംഗ്ഷൻ ആണ്, ഈ ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി fx by gx dx. So you can find integral minus infinity to infinity fx by gx dx as 2πi into sum of residues of this function fz by gz at singular points that lie in the upper half plane. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സിംഗുലർ പോയിന്റ്സ് എടുക്കുക. സിംഗുലർ പോയിന്റ്സിൽ അപ്പർ പ്ലെയിനിൽ മാത്രം കിടക്കുന്ന സിംഗുലർ പോയിന്റ്സ് എടുക്കുക, അവിടുത്തെ റെസിഡ്യൂ കാണുക, മൾട്ടിപ്ലൈ ബൈ 2πi, യു വിൽ ഗെറ്റ് ദിസ് ഇന്റഗ്രൽ. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. So first question is, integral 0 to infinity x square by
x square plus 1 into x square plus 4 dx. Integral 0 to infinity x square by x square plus 1 into x square plus 4 dx. So when you consider this function, നമ്മൾ ആദ്യം തന്നെ നമ്മൾ മറ്റേ ഫസ്റ്റ് ടൈപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കുക. ഇന്റഗ്രലിന്റെ ഫോം -∞ to ഇൻഫിനിറ്റി ആണോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ 0 to ഇൻഫിനിറ്റി ആണ്. പക്ഷേ ഇവിടെ എല്ലാം എക്സ് സ്ക്വയറിന്റെ ടേംസ് ഒക്കെ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഈവൺ ആണ്. ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈവൺ, എഫ് ഓഫ് എക്സ് ഈവൺ ആവണമെങ്കിൽ എന്താ വേണ്ടത്? എഫ് ഓഫ് -x ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെ ആവണ സമയത്ത് നമുക്കറിയാം ഇന്റഗ്രൽ -∞ to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ട്വൈസ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മുടെ ആക്സസിന്റെ രണ്ട് സൈഡിലും ഒരേപോലെ ആയിരിക്കും ഫംഗ്ഷൻ എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡിലെ ഇന്റഗ്രൽ കിട്ടാൻ ഹോൾ ഇന്റഗ്രൽ കിട്ടാനായിട്ട് ഒരു സൈഡിലെ ഇന്റഗ്രൽ കണ്ടിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഈവൺ ആയതുകൊണ്ട് you can write integral 0 to infinity as 1/2 into integral -∞ to infinity x square by x square plus 1 into x square plus 4 dx. ഓക്കെ, അപ്പൊ ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എഴുതുന്നത്. ഇനി അടുത്തത് നമ്മുടെ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് x into fx by gx. x into this function should tend to 0. അപ്പൊ x into x square by x square plus 1 into x square plus 4. This will be equal to, what is limit x tends to infinity? X into x square by x square plus 1 into x square plus 4. നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 3 ആണ്. ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി എന്താ വരുന്നത്? 4 ആണ്. അപ്പൊ ഡിനോമിനേറ്ററിലാണ് ഡിഗ്രി ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദ ലിമിറ്റ് വിൽ ബി ഈക്വൽ ടു 0. റൈറ്റ്? ഇതിൽ നിങ്ങൾ എക്സിന്റെ അടുത്ത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ വീണ്ടും ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ വി ക്യാൻ റൈറ്റ് ദ ലിമിറ്റ് ആസ് 0. അപ്പൊ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ സീറോസ് ഒന്നും റിയൽ ആക്സിസിൽ കെടുക്കണില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അത് റിയൽ ആക്സിസിൽ കെടുക്കണില്ല എന്ന് ഉറപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടൂറിന്റെ ഒരു ബൗണ്ടറി റിയൽ ആക്സിസ് ആണ്. ഇപ്പൊ നമ്മൾ റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ദ ഫംഗ്ഷൻ ഇസ് അനലിറ്റിക് ഓൺ ആൻഡ് ഇൻസൈഡ് ദ കോണ്ടൂർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് ഒരു ബൗണ്ടറി കിടക്കുന്നത് റിയൽ ആക്സിസിലായതുകൊണ്ട് റിയൽ ആക്സിസിൽ 0 വരാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. സോ നോ സീറോസ് ഓൺ ദ റിയൽ ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതിന്റെ സീറോസ് എന്താ വരാ? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് ഐ അല്ലേ? ആൻഡ് അടുത്തത് ഫാക്ടർ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 2y. സോ രണ്ടും 4 റൂട്ടും കോംപ്ലക്സ് ആണ് നമുക്ക് വരുന്നത്. സോ യു ക്യാൻ കൺക്ലൂഡ് no zeros or no singular points on real axis. അപ്പൊ ആ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം the integral -∞ to infinity. So let us name this as fx by gx dx equal to 2 pi I into residue at singular points in upper half plane. അപ്പൊ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഹാഫ് പ്ലെയിനിൽ കിടക്കണ സിംഗുലർ പോയിന്റ്സ് ഏതൊക്കെയാന്ന് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 4 സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. പ്ലസ് ഐ, മൈനസ് ഐ, പ്ലസ് 2i, മൈനസ് 2i. സോ which are the points that lie in the upper half plane? Plus I എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ? y യുടെ വാല്യൂ 1, x ന്റെ വാല്യൂ 0, then 2i, then we have
minus I and minus 2I. So which are the singular points that lie in the upper half plane? I-യും 2I-യും. I-യും 2I-യും. അപ്പോൾ നമ്മൾ 4 സിംഗുലർ പോയിന്റ്സ് ഉണ്ടെന്ന് വെച്ചാലും ഇതിൽ മാത്രം I-ലും 2I-ലും മാത്രം റെസിഡ്യൂ ഇവാലുവേറ്റ് ചെയ്താൽ മതി. So we proceed to find the residue at I. So residue of Fz by Gz at I. So we get this is equal to, നമുക്കറിയാം എല്ലാം സിമ്പിൾ പോൾസ് ആണ്. So we can write limit z tends to I, z minus I into Fz by Gz. ഞാൻ ഇത് ആ ഫ്രാക്ഷൻ എഴുതണമെന്നേ ഉള്ളൂ, ഇൻറ്റഗ്രന്റ് ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ അത്. So limit z tends to I, z minus I into z square by, ഞാൻ ഈ ടേമിനെ മാത്രം ഫാക്ടറൈസ് ചെയ്തതാണ്, z minus I into z plus I, which is z square plus 1 into z square plus 4. ഇതിനെ ക്യാൻസൽ ചെയ്യേണ്ടതിന് വേണ്ടി ഇതിനെ മാത്രം ഫാക്ടറൈസ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. So you can cancel this, and as z tends to I, we get I square, which is minus 1, divided by I plus I is 2I into I square is again minus 1. So minus 1 plus 4, which is equal to 3. So the residue at z is equal to I is minus 1 by 6I. Similarly, find the residue at the other singular point which lies in the upper half plane. So Fz by Gz at 2I. 2I എടുത്തു കഴിഞ്ഞാൽ limit z tends to 2I, z minus 2I into the function. ഇപ്പോൾ ഇവിടെ z square by z square plus 1 into, എനിക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യേണ്ട കാരണം സെക്കൻഡ് ടേമിനെ ഞാൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്തതാണ്, z minus 2I into z plus 2I. z square plus 4നെ മാത്രം ഒന്ന് ഫാക്ടറൈസ് ചെയ്തു. So you can cancel this, and as z tends to 2I, we get minus 4 divided by z square plus 1. Z square is minus 4. Minus 4 plus 1 is minus 3 into 2I plus 2I, which is 4I. So we get 1 by 3I as the residue at 2I. ഇനി നമ്മൾ റെസിഡ്യൂ തിയറം വെച്ചിട്ട് ഇന്റഗ്രൽ എഴുതാം. Therefore, integral minus infinity to infinity x square by x square plus 1 into x square plus 4 dx equal to 2 pi I into residue at minus I is minus 1 by I is minus 1 by 6I, and at 2I is 1 by 3I. So you can cancel that I, and we get 2 pi into minus 1 by 6 and 1 by 3, which gives 1 by 6. So we get pi by 3. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ക്വസ്റ്റ്യൻ 0 to infinity ആയിരുന്നു. സോ ഇന്റഗ്രൽ 0 to infinity വിൽ ബി, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 4 dx, and this divided by 2, so we get the answer as pi by 6. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ആദ്യത്തെ നോക്കേണ്ടത് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഇസ് ദർ എനി ചാൻസ് ടു ചേഞ്ച് ഇറ്റ് ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഫംഗ്ഷൻ ഈവൺ ആയതുകൊണ്ട് ഇന്റഗ്രൽ 0 to infinity can be written as 1 by 2 into integral minus infinity to infinity. ഇനി ഈ ഫോമിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഫംഗ്ഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് 0 ആവണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ അതും എക്സ് ഇൻറ്റു ദറ്റ് ഫംഗ്ഷൻ ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നോക്കുന്നത് വെദർ ദ zeros of the denominator lie on the real axis.
So we have taken the factors of the denominator, x squared plus 1 equal to 0, which yields x is equal to plus or minus I. And when x squared plus 4 is 0, the value of x are plus or minus 2y. None of these lie on the real axis. So if all these things are satisfied, you can write integral minus infinity to infinity fx by gx dx is equal to 2 pi I into residue at singular points that lie in the upper half plane. So we just pick the singular points that lies in the upper half plane, and here we see they are I and 2i. So we proceed to find the residue at those singular points. After finding the residue, we add them, multiply by 2 pi I to get integral minus infinity to infinity fx by gx dx. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 0 to infinity ആയതുകൊണ്ട് ആ കിട്ടിയ റിസൾട്ടിനെ നമ്മളൊന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു and we obtain the integral as pi by 6. അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി dx ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞാൻ കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാബർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, -1ന്റെ സ്ക്വയർ റൂട്ട് ഒക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം നമുക്കിവിടെ. ഇപ്പോൾ വീണ്ടും ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എക്സ് ഇൻറ്റു 1 by 1 പ്ലസ് എക്സ് റേസ് ടു 4 ഒബ്വിയസ്ലി ടെൻസ് ടു 0. ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 4 ആണ് നിൽക്കുന്നത്, മുകളിൽ 1 ഉള്ളൂ. സോ ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അതും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഡിനോമിനേറ്ററിന്റെ റൂട്ട്സ് ആണ് വേണ്ടത്. സോ 1 പ്ലസ് എക്സ് റേസ് ടു 4 equal to 0 കൊടുത്തു. So this implies x raised to 4 is equal to -1. Okay, or we are going to find the fourth root of -1. -1 raised to 4. Obviously this is a fourth degree equation. X raised to 4 equal to -1 എന്ന് പറയുന്നത് fourth degree equation ആണ്. അപ്പൊ ഇതിന് 4 റൂട്ട് ഉണ്ടാവും. ഈ 4 റൂട്ട് എങ്ങനെയാ കണ്ടുപിടിക്കണം? ഈ -1 ഒരു ഇമ്പോർട്ടൻസും ഇല്ല കേട്ടോ. ഇതൊരു ജനറൽ മെത്തേഡ് ആണ്. -1 ഇവിടെ വന്നു മാത്രം. ഇപ്പൊ 4 റൂട്ടുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ -1 എന്ന് പറയണതിനെ നമ്മൾ മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോമിൽ എഴുതാൻ പോവാണ്. സോ യു ക്യാൻ റൈറ്റ് -1 ആസ് cos pi plus I sin pi. ഒറ്റ നോട്ടത്തിൽ എഴുതാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആറിന്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് അല്ലേ? അപ്പൊ ഇവിടെ -1 എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ 0. സോ ആറിന്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ആൻഡ് തീറ്റ വിൽ ബി ടാൻ ഇൻവേഴ്സ് cos pi അല്ലേ? ഓക്കെ, tan inverse y by x which is equal to tan inverse -1. ഓക്കെ, tan inverse -1ന്റെ വാല്യൂ ആണ് നമ്മളിവിടെ പൈന്ന് എഴുതിയിരിക്കുന്നത്. അയ്യോ, -1 അല്ലല്ലോ, tan inverse 0. Right? tan inverse 0. Sorry, tan inverse 0. അപ്പൊ tan inverse 0 എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടെ നമുക്കറിയാം, ഇതില് tan inverse 0ന് നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കിട്ടും. tan 0 ആണ്, tan inverse 0 കറക്റ്റ് അല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്? റൈറ്റ്. അപ്പൊ tan inverse 0 കാണാനായിട്ട് എന്ത് ചെയ്യും?
or in other words, you are going to find theta such that tan theta equal to 0. ഞാൻ ഇവിടെ പൈ എടുക്കാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. കേട്ടില്ല. ആരോ എന്തോ പറഞ്ഞു, പക്ഷെ അത് കേട്ടില്ല. Theta can be theta can be n pi. ഓക്കെ. അപ്പൊ തീറ്റ 0 ആവാം, പൈ ആവാം, മൈനസ് പൈ ആവാം, ഇതൊക്കെ ആവാം. ഞാൻ എന്താ ഇതിൽ പൈ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റയും വൈ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റയും ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ മൈനസ് പൈ തൊട്ട് പ്ലസ് പൈ വരെയുള്ള വാല്യൂസ് ആണ് തീറ്റയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ, വൈ ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. അപ്പൊ നമുക്കറിയാം ദിസ് ഷുഡ് ബി ഈക്വൽ ടു -1, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. ആറിന്റെ വാല്യൂ നമുക്ക് കിട്ടി, ആറിന്റെ വാല്യൂ 1 ആണ്. So we seek the value of theta such that sin theta is equal to -1 and cos theta equal to 0. Okay. Okay, miss. Okay. Sin theta equal to -1 and cos theta equal to 0. So, ഏത് വരും? ഞാൻ തെറ്റ് എഴുതുമ്പോൾ നിങ്ങൾ തെറ്റ് പറയണേ. ഞാൻ ഇവിടെ എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? Is there any mistake in this expression? x equal to r cos ഓക്കെ, നമ്മൾ എഴുതിയത് അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്ലിപ്പ് ആയിട്ടുണ്ട്. y ഈക്വൽ ടു ആർ സൈൻ തീറ്റ, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. സോ ഇവിടെ കോസ് തീറ്റ ഷുഡ് ബി -1. എഴുതിയത് തെറ്റാണ്. കോസ് തീറ്റ ഷുഡ് ബി -1 ആൻഡ് സൈൻ തീറ്റ ഷുഡ് ബി 0. സോറി. അപ്പൊ കോസ് തീറ്റ -1ഉം സൈൻ തീറ്റ 0 ആവണ പോലെ മൈനസ് പൈഡിയും പൈഡിയും ഇടയിൽ കിടക്കുന്ന വാല്യൂ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഏതാ വരുന്നത്? cos theta -1 and sin theta equal to 0. So what do we get? sin theta 0 ആണ്, പോയിന്റ്സ് നമുക്കറിയാം n പൈ ആണ്. ഇത് ഓരോന്ന് കൊടുത്തു നോക്കിയാ പോരെ. അപ്പോ n-ന്റെ വാല്യൂ 0 ആണെങ്കിൽ sin theta will be 0 but cos theta will be equal to 1. അല്ലേ? 0-ല് തീറ്റ ഈക്വൽ ടു 0-ല്. അപ്പൊ തീറ്റ ഈക്വൽ ടു പൈ എടുത്താലാണ് നമുക്ക് സൈൻ തീറ്റയുടെ വാല്യൂ 0-യും കോസ് തീറ്റയുടെ വാല്യൂ -1-ഉം കിട്ടുന്നത്. Am I right? Yes, miss. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ. ഞാൻ ഈ -1 വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓബ്വിയസ് ആണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ അറിയണോണ്ട് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇവിടെ ഈ -1 അല്ല, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത്
എക്സും വൈയും അറിയുകയാണെങ്കിൽ മോഡുലസ് വാല്യൂ കാണാം. ആർ എന്ന് പറയുന്നത് √(x²+y²) തീറ്റ ഇങ്ങനെ കാണാം. എന്നിട്ട് നമ്മൾ ആ എക്സിന്റെയും വൈയുടെയും വാല്യൂ നോക്കിയിട്ട് ഏത് ക്വാഡ്രന്റിൽ അത് കിടക്കണമെന്ന് നോക്കാം. അപ്പോൾ എക്സ് നെഗറ്റീവും വൈ 0 ആണ്. എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടേക്ക് കടക്കണം അല്ലെ. എക്സ് = -1 വൈ = 0. അതുകൊണ്ടാണ് നമ്മൾ തീറ്റയുടെ വാല്യൂ പൈ കൊടുക്കാനായിട്ട് കാരണം. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ പീരിയോഡിസിറ്റി എടുത്ത് ഉപയോഗിക്കുകയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് cos pi plus 2n pi. We know every trigonometric function is periodic with period 2pi. So this will be equal to I sin pi plus 2n pi, where n is an integer. അത് പ്ലസ് ആവണമെന്നൊന്നുമില്ല, പ്ലസും മൈനസ്. And at this stage we apply De Moivre's theorem. So -1 raised to 1/4 is cos, this can be written as 2n plus 1 pi plus I sin 2n plus 1 pi, this raised to 1/4. Okay, and we know cos theta plus I sin theta whole raised to n can be written as cos n theta I sin n theta. So this can be written as cos 2n plus 1/4 into pi plus I sin 2n plus 1/4 into pi. ഈ raised to 1/4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. cos n theta plus I sin n theta. ഇനി ഇതില് എന്നിന്റെ വാല്യൂസ് ഇപ്പൊ ഇവിടെ 4 ആണെങ്കിൽ നിങ്ങൾ എന്നിന്റെ വാല്യൂസ് നമ്മൾ പറഞ്ഞ ഇന്റീജർ വാല്യൂസ് ആണ്. നിങ്ങൾ കൊടുക്കേണ്ടത് 0, 1, 2, 3 കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ 4 റൂട്ട്സ്. ഇനി 4 കൊടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ ഏത് ഇന്റീജർ വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. 4 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 0ത്തെ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് കിട്ടും. 5 കൊടുത്തു കഴിഞ്ഞാൽ 1ത്തെ വാല്യൂ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ nth റൂട്ട് കാണാനായിട്ട് നമ്മൾ 0 തൊട്ട് n-1 വരെയുള്ള വാല്യൂസ് കൊടുക്കുക. യു വിൽ ഗെറ്റ് ദ 4 ഡിഫറെന്റ് റൂട്ട്സ്. അപ്പൊ നമ്മളിവിടെ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് cos pi/4 plus I sin pi/4 കിട്ടും. So one of the roots is 1/√2 plus I into 1/√2. ഇതാണ് ഒരെണ്ണം വരുന്നത്. ഇനി n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളത് നോക്കാം. നമ്മുടെ സമയം കഴിഞ്ഞോ? ഓക്കെ, ക്ലാസ് ഉണ്ടോ? അടുത്ത ക്ലാസ് ഉണ്ടോ? അടുത്ത ക്ലാസ് ഇല്ലെങ്കിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ നാളെയും കൂടി ജോയിൻ ചെയ്യണം. അടുത്തത് സാർ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ് പറഞ്ഞേക്കുന്നത്. നാളെ എക്സാം ആണ് MME-യുടെ. എന്താ പറഞ്ഞേ? നാളെ മെറ്റീരിയൽ സയൻസിന്റെ എക്സാം ആണ്. സോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനാ പറഞ്ഞത്. വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങളിത് 4 വാല്യൂസ് കൊടുത്തു നോക്കാം. ഇതുപോലെ 4 റൂട്ട്സ് കിട്ടും. ഇതില് y പോസിറ്റീവ് ആയിട്ടുള്ളത്, അതായത് അപ്പർ പ്ലെയിനിൽ കിടക്കുന്ന റൂട്ട്സ് കണ്ടുപിടിക്കുക, അതിലത്തെ റെസിഡ്യൂ കണ്ടുപിടിക്കുക, ആഡ് ദം മൾട്ടിപ്ലൈ ബൈ 2pi, യു വിൽ ഗെറ്റ് ദ ഇന്റഗ്രൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇട്ടതിന് ഇതേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഈ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്. ജസ്റ്റ് എന്താണോ വാല്യൂ എന്ന് പറയുന്നത് അതിനെ ഈ ഫോമിലേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ യൂസ് ദ പീരിയോഡിസിറ്റി ബൈ ആഡിങ് plus 2n pi. Then take the root. അപ്പോൾ cos n theta plus I sin n theta എന്നുള്ള ഫോമിലേക്ക് എഴുതുക. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് n-ന്റെ വാല്യൂ 4th റൂട്ട് ആണെങ്കിൽ 0 തൊട്ട് 3 വരെ, 5th റൂട്ട് ആണെങ്കിൽ 0 തൊട്ട് 4 വരെ കൊടുക്കുക. നമുക്ക് 4 ഡിഫറെന്റ് റൂട്ട്സ് കിട്ടും. എന്നിട്ട് അപ്പർ പ്ലെയിനിൽ എന്താണ് കിടക്കണേ അത് നോക്കുക. അപ്പർ പ്ലെയിനിൽ കിടക്കുന്നത് നോക്കിയിട്ട് അതിലത്തെ റെസിഡ്യൂ കാണാം, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 2pi. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെറുതെ